മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ നേതൃത്വത്തിനെതിരെ DCC പ്രസിഡന്റ് സത്യശീലൻ ജില്ലയിൽ ലീഗിന് പറയത്തക്ക അടിത്തറയില്ലെന്ന് സത്യശീലൻ പറഞ്ഞു. കോർപ്പറേഷനിൽ 5 സീറ്റ് നൽകിയതിൽ ഒന്നിൽ പോലും ജയിക്കാനാകാത്തത് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്നും സത്യശീലൻ റിപ്പോർട്ടറോട് പറഞ്ഞു. കോൺഗ്രസ് കാലുവാരിയതിനാലാണ് കൊല്ലം കോർപ്പറേഷൻ ലീഗിന് അനുവദിച്ച 5 സീറ്റിലും തോൽക്കാൻ കാരണമെന്നായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് യൂനുസ് കുഞ്ഞിന്റെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളെ DCC പ്രസിഡന്റ് സത്യശീലൻ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ലീഗിന് ജില്ലയിൽ അവർ അവകാശപ്പെടുന്ന അടിത്തറയില്ല. ലീഗ് എന്ന് പറയുന്നത് കൊല്ലത്ത് വളരെ കുറവാണ്. അതിന് വേറൊരു വ്യാഖ്യാനം കൊടുത്താൽ ശരിയാവത്തില്ല. ന്യൂനപക്ഷവും ഉണ്ട്. ആ ന്യൂനപക്ഷമൊക്കെ കോൺഗ്രസിൽ നല്ല ശതമാനമുണ്ട്. കോർപ്പറേഷനിലേക്ക് ലീഗ് ചോദിച്ച 5 സീറ്റും UDF അനുവദിച്ചെങ്കിലും ഒന്നുപോലും ജയിപ്പിക്കാൻ ലീഗിന് കഴിഞ്ഞില്ല. ഞങ്ങൾ അതേസമയം 5 സീറ്റ് അവർക്ക് ആദ്യമേ ഫസ്റ്റ് ഡേ തന്നെ തീരുമാനിച്ചു കൊടുത്തു. അത് ഉൾക്കൊള്ളാനുള്ള ശേഷി അവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അത് പിന്നെ എന്തുകൊണ്ട് അവരത് ഉപയോഗിച്ചില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. അവസാനവും 5 സീറ്റും അവർ മത്സരിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ വീഴ്ചയാണ്. അത് അവർ വിലയിരുത്തണം. ഇന്ന് ആളുകളുടെ രീതി അത് നോക്കി കൈകാര്യം ചെയ്യുന്ന വന്ന വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന് കോൺഗ്രസ് ഒരിക്കലും ഉത്തരവാദിയല്ല, UDF ഒരിക്കലും ഉത്തരവാദിയല്ല. അത് കൈകാര്യം ചെയ്ത ആളുകൾ അവരുടെ ആ വീഴ്ച എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അത് പുനഃപരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് ജില്ലയിൽ സീറ്റ് നൽകുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്നും സത്യശീലൻ പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.